നമസ്കാരം അഞ്ജുമൻ. നമസ്കാരം. തിരിഞ്ഞു നോക്കുമ്പോൾ 15 വർഷങ്ങൾ കഴിഞ്ഞു, 1000 കസ്റ്റമേഴ്സ്, 14 പ്രൊജക്റ്റുകൾ, ഭയങ്കര വലിയൊരു ചരിത്രമുണ്ട്, വലിയൊരു യാത്രയുണ്ട്. എന്താ തോന്നുന്നത്, എന്താ പറയാൻ തോന്നുന്നത് ആ യാത്രയെക്കുറിച്ച്? ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ ഡെവലപ്പർ കമ്പനി ആയിട്ട് വരുന്നത് 2007-2008 ജനാന പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു വില്ല പ്രോജക്റ്റുമായിട്ട് അന്ന് വരുന്നത് തിരുമലയ്ക്ക് അടുത്ത് പിടാരം എന്ന സ്ഥലത്ത്. പിടാരം എന്ന സ്ഥലത്താണ് 23 വില്ലാസ് വിത്ത് ഓൾ അമ്യൂണിറ്റീസ്, 23 വില്ലാസ് ഉൾപ്പെടുന്ന ഒരു പ്രൊജക്റ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഓരോ വർഷം ഓരോ പ്രൊജക്ട് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ല, ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ആരും തുടങ്ങിയിരുന്നെങ്കിൽ, പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഒരു വർഷം അറൌണ്ട് 3 ലോഞ്ചസ് പ്ലാൻ ചെയ്താണ് പോകുന്നത്. 3 വെച്ച് ലോഞ്ച് പ്ലാൻ ചെയ്താണ്. ഓരോ പ്രൊജക്റ്റിലും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്, എല്ലാത്തിലും ഒരു ഇന്നോവേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് സെഗ്മെന്റിൽ ഒരു വ്യക്തിയുടെ ജീവിത സ്വപ്നമാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വീട് എടുക്കുക എന്ന് പറയുന്നത്. ഒരു വൺ ടൈം ഡിസിഷൻ ആണ്. ആ ഒരു ഡിസിഷൻ ആളെടുക്കുന്നു, എന്നിട്ട് ഷാനൂറിലേക്ക് വരുന്നു, ഒരു വീട് വാങ്ങുന്നു. നമ്മളെ ചൂസ് ചെയ്യുന്ന ഓരോ കസ്റ്റമറോടും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവരുടെ സ്വപ്നങ്ങളുടെ എല്ലാ സൈഡും കാണണം, പുതിയ ഇന്നോവേഷൻ ആ പ്രൊജക്റ്റിൽ കൊണ്ടുവരണം. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ ഓരോ വർഷവും എന്തെല്ലാം പ്രത്യേകതകളാണ് ഷാനൂർ ഓരോ പ്രൊജക്റ്റിൽ കൊണ്ടുവന്നതെന്ന് പറയാം. അപ്പൊ പ്രധാനമായിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം, ഞാനത് പറയുന്നില്ല, അഞ്ജുമൻ തന്നെ പറയുന്നതായിരിക്കും നല്ല. ഒന്ന് പറയാമോ? യെസ്, ഞങ്ങൾ തുടങ്ങിയപ്പോഴുള്ള ഒരു കസ്റ്റമേഴ്സ് അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ വല്ലാതെ ചേഞ്ചായി. അതായത് ട്രിവാൻഡ്രം ഈസ് ഗ്രോയിങ് അറ്റ് എ വെരി ഫാസ്റ്റ് പേസ്. അപ്പം ഈ ഇത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ജനത്തിന്റെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഈ വരുന്ന ജനം എല്ലാ സെഗ്മെന്റ്സും ഉൾപ്പെടുന്നതാണ്. മിഡ് സെഗ്മെന്റും പ്രീമിയം സെഗ്മെന്റും സൂപ്പർ പ്രീമിയം സെഗ്മെന്റും എല്ലാം ഉൾപ്പെടുന്ന ഒരു ജനമാണ്. ഈ ജനത്തിന് എന്താ പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ തൊട്ട് ഫണ്ടമെന്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു താമസ സ്ഥലമാണ്. അപ്പം ഞങ്ങളുടെ കയ്യിൽ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് 50 to 3 crores വരെയുള്ള, 50 ലക്ഷം മുതൽ 3 കോടി വരെ. അതെ ഉള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഏത് സെഗ്മെന്റിൽ നിന്ന് ഒരു കസ്റ്റമർ, ഒരു ഹോം ബയർ ഞങ്ങളെ അപ്രോച്ച് ചെയ്താലും ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു പോപ്പുലേഷൻ അവർക്ക് ചില പ്രയോറിറ്റീസും പ്രിഫറൻസസും ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, കണക്ടിവിറ്റി ടു ദ വർക്ക് പ്ലേസ്, പിന്നെ മറ്റ് മേജർ ലൊക്കേഷൻസിലോട്ടുള്ള ആക്സസ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാം അവരുടെ ഒരു പ്രയോറിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ചൂസ് ചെയ്യുമ്പോൾ ഈ കണക്ടിവിറ്റിയും ഈ ആക്സസിബിലിറ്റിയും ഈ കൺവീനിയൻസ് എല്ലാം അവൈലബിൾ ആയ ഒരു സൂട്ടബിൾ ലൊക്കേഷൻ ചൂസ് ചെയ്ത് അവിടെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അവിടെ പ്രൊജക്റ്റ് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കുന്നു. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. നമ്മുടെ ഒരു വെന്റിലേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മുടെ പ്രൊജക്ട് തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിൽ കുറെ പ്രത്യേകതകളുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ വെന്റിലേഷൻ ഉണ്ട്, അതിന്റെ പ്രൈവസി ഉണ്ട്, അതിന്റെ ഡിസൈൻ ഉണ്ട്. അതിലൊക്കെ നിങ്ങൾ പുലർത്തുന്ന ഒരു മികവുണ്ട്. ഞാൻ നിങ്ങളുടെ ലാസ്റ്റ് ഹോർഡിംഗ് ഒക്കെ കണ്ടിരുന്നു, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു, കാരണം ഒരു വാൾ ഷെയറിംഗ് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊന്ന് പറയാം അതിനെ കുറിച്ച്. ഞങ്ങളുടെ മേജർ ഗോൾസിൽ ഒന്നാണ് നല്ല സേഫ്, സെക്യൂർ, ബ്യൂട്ടിഫുൾ, കംഫർട്ടബിൾ ആയ പ്രീമിയം ലിവിങ് സ്പേസസ് ഞങ്ങളുടെ ഹോം ബയേഴ്സിന് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതിന് ആദ്യം കൺസിഡർ ചെയ്യുന്ന കസ്റ്റമർ പെർസ്പെക്റ്റീവാണ്, കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ഡിസൈനിങ് സ്റ്റേജിൽ തന്നെ എന്താ പറയുന്ന ആംപിൾ സൺലൈറ്റ്, ആംപിൾ വെന്റിലേഷൻ, പ്രോപ്പർ സ്പേസ് മാനേജ്മെൻറ്റ് ഇതെല്ലാം കൺസിഡർ ചെയ്താണ് ഒരു പ്ലാൻ വരയ്ക്കുന്നത്. ഇത് പിന്നെ മാർക്കറ്റിൽ വരുന്ന പുതിയ പ്രൊഡക്റ്റ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വരുന്ന പുതിയ പ്രൊഡക്ട്സ്, പുതിയ ടെക്നോളജീസ് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ടീം തന്നെയുണ്ട്. അവരിതൊക്കെ പഠിച്ച് ഞങ്ങളെ അറിയിക്കുന്നു, ഞങ്ങൾ അതിൻ്റെ ഫീസിബിലിറ്റി നോക്കി അഡോപ്റ്റ് ചെയ്യുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തിൽ ആക്കുളത്തിൽ ഷാനൂർ സ്കൈ വില്ല എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് ഉണ്ട്. സ്കൈ വില്ല, അതെ, ട്രിവാൻഡ്രം ആക്കുളത്തിൽ ടൂറിസ്റ്റ് വില്ലേജ് അല്ലേ ആക്കുളം? അതെ, ടൂറിസ്റ്റ് വില്ലേജ് ആണ്. ഇപ്പോൾ ഈ 2024 ഫെബ്രുവരിയിലാണ് ലോഞ്ച് ചെയ്തത് ഷാനൂർ സ്കൈ വില്ല എന്ന അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ്. ഇതിൽ യുണീക്ക് ആയിട്ടുള്ള അതിന്റെ ഡിസൈനാണ്, വളരെ റെയർ ഡിസൈനാണ്. അതായത് നോ വാൾ ഷെയറിംഗ് ആണ്, 2 അപ്പാർട്ട്മെന്റ് തമ്മിൽ വാൾ ഷെയറിംഗ് ഇല്ല. ഈച്ച് അപ്പാർട്ട്മെന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ അതർ. അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റിൽ താമസിക്കുന്ന ഒരാൾക്ക് അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയാണെന്ന് തോന്നില്ല, ഒരു വില്ലയിൽ, ഒരു ഇൻഡിപെൻഡന്റ് വില്ലയിലാണ് താമസിക്കുന്നതെന്ന് തോന്നിപ്പോകും. ആ രീതിയിലാണ് ഈ ഡിസൈൻ, ബിക്കോസ് ദർ ഇസ് നോ വാൾ ഷെയറിംഗ്. ഓക്കെ, ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാലും ടോട്ടൽ പ്രൈവസിയാണ്. ഇങ്ങനെയുള്ളൊരു ഡിസൈൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് ടോട്ടൽ പ്രൈവസിയാണ്. പിന്നെ ഇതിൽ ഇഷ്ടം പോലെ ലൈക്ക് ആംപിൾ സൺലൈറ്റ് ആൻഡ് എയർ, അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ അപ്പാർട്ട്മെന്റ് ദാറ്റ് പ്രിവെന്റ്സ് ദ
internal temperature from rising by pushing out the dry air. അപ്പോൾ ഇത് കാരണം അപ്പാർട്ട്മെന്റ് ഉള്ളിൽ നല്ലൊരു കൂൾ ആംബിയൻസ് ആയിരിക്കും. ശരിക്കും നമ്മുടെ പഴയ ഒരു നാലുകെട്ടിലൊക്കെ താമസിക്കുന്ന പോലെ ഒരു പ്രൈവസിയോട് കൂടി ഒരു വീടിനുള്ളിൽ താമസിച്ച് സന്തോഷത്തോടെ ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ സൺലൈറ്റും എയറും പിന്നെ ടെമ്പറേച്ചർ കൺട്രോളും ഒക്കെ ആയിട്ട്. കാരണം പഴയ കാലത്ത് ആൾക്കാർ ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ വീട്ടിൽ പറഞ്ഞ അപ്പുറത്തെ വീട്ടിൽ കേൾക്കും, അത് കാരണം ഞാൻ ഫ്ലാറ്റിലേക്ക് പോകില്ല അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിലേക്ക് പോയാൽ ശരിയാകില്ല. ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് സ്കൈവില്ല എന്ന് പറയുന്നത്. ഏതൊരു അപ്പാർട്ട്മെന്റിന്റെ പെയിന്റിങ്ങിനേക്കാളും അത് ഭയങ്കര പ്രത്യേകതയുള്ളതാണ്. കാരണം നിങ്ങളുടെ ഒരു ഫിനിഷിങ് ഞാൻ പലപ്പോഴും പലരുമായിട്ട് തട്ടിച്ചു നോക്കിയിട്ടുണ്ട്, ഭയങ്കര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താ അതിന്റെ പിന്നിലൊരു കാരണം? കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്, വളരെ ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഭയങ്കര ഡ്യൂറബിലിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് പോലത്തെ. എന്താ പെയിന്റിങ്ങിൽ ചെയ്യുന്നത്? കാരണം ആ ഫിനിഷിങ്ങിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? യെസ്, പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. അപ്പോൾ സാധാരണ രീതിയിലുള്ള പെയിന്റിങ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 4 to 5 years അത് പീൽ ഓഫ് ആവും. അസോസിയേഷനിൽ ആരും ആക്റ്റീവായിട്ടില്ല, അസോസിയേഷൻ റെസ്പോൺസിബിലിറ്റി എടുത്തില്ലെങ്കിൽ അത് വളരെ ഡള്ളായിട്ട് അങ്ങനെ തന്നെ കിടക്കും. ഇതൊക്കെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റ്സിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ടെക്നോളജിയാണ് ടെക്സ്ചർ പെയിന്റിങ്. അതെ, ടെക്സ്ചർ പെയിന്റിംഗ് ആണ്. ടെക്സ്ചർ പെയിന്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് എക്സാക്ട്ലി അത് 50 to 60 lakhs more than the other kind of painting. പക്ഷേ ഇത് ഡ്യൂറബിൾ ആണ്. ഒരു 10 to 15 years വരെ ടെക്സ്ചർ പെയിന്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് വിൽ ബി ഇൻടാക്ട്. അത് ഡ്യൂറബിൾ മാത്രമല്ല, എക്കോ ഫ്രണ്ട്ലി ആണ്, ലോ മെയിൻ്റെനൻസ് ആണ്, നല്ല ബ്യൂട്ടിഫുള്ളുമാണ് കാണാൻ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രോജക്ട്സുകളും, അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് ആയാലും ശരി, വില്ല പ്രോജക്റ്റ് ആയാലും ശരി, ഞങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്സ്ചർ പെയിന്റ് ആണ്. നമുക്ക് പ്രായമായാലും ബിൽഡിങ്ങിന് പ്രായമാകൂല, കാരണം ബിൽഡിങ്ങിന് ഒരു ഡ്യൂറബിലിറ്റി കൂടുതലാണ്, നന്നായിട്ട് ഇരിക്കാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് 10 to 15 years വരെ ഇൻടാക്ട് ആയിരിക്കും. അതുപോലെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിന് ഒരു വണ്ടി കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാനോട് പറഞ്ഞിട്ട് പാർക്കിങ്ങിലേക്ക് എന്നെ വണ്ടി കൊണ്ടുപോകണം, ഭയങ്കര ഡസ്റ്റാണ്. കാരണം പൊതുവെ ഒരു പാർക്കിങ്ങിലേക്ക് നമ്മൾ വണ്ടിയായിട്ട് കയറി ചെല്ലുന്നപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് എനിക്ക് സിമെൻറ്റും പൊടിയൊക്കെ അലർജി ഉള്ളതാണ്, പെട്ടെന്ന് അലർജി വരും, പെട്ടെന്ന് തുമ്മില്ല. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നീ അങ്ങോട്ട് പോകണ്ട, അവിടെ ഭയങ്കര ഡസ്റ്റായിട്ടാണ്, ഇത്തിരി കച്ചറയായിട്ട് കിടക്കാം, ഉപയോഗിച്ച വാക്ക് കച്ചറ എന്നുള്ളതാണ്, കച്ചറയായിട്ട് കിടക്കുകയാണ്, ഞാൻ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മോഡേൺ ഇപ്പോൾ ഞാൻ ലുലുലൊക്കെ പോയിട്ടുണ്ട്, ഇത്രയും വണ്ടി പോയിട്ടും അവിടെ അങ്ങനെ ഒരു പ്രശ്നം കണ്ടിട്ടില്ല. ഞാൻ ഷാനൂരിൽ വന്നപ്പോൾ ഷാനൂരിലും അങ്ങനെ ഒരു വിഷയം കണ്ടിട്ടില്ല. എന്താണ് ഈ ഫ്ലോറിങ്ങിൽ എന്ത് മാജിക് ആണ്? എങ്ങനെയാണിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? അതൊരു മെയിൻറ്റെയിൻസ് ചെയ്യുന്നത് കൊണ്ടാണോ അതോ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താ ആക്ച്വലി സംഭവിക്കുന്നത് അവിടെ? സാധാരണ അപ്പാർട്ട്മെന്റ്സിൽ കാർ പാർക്കിങ്ങിന്റെ ഫ്ലോറിംഗ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. അതെ, സിമെന്റ് മോട്ടോർ വെച്ച് ഫ്ലോറിംഗ് ചെയ്യും. അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഡസ്റ്റിംഗ് ആണ്. ദാറ്റ് ഈസ് നോട്ട് ഇക്കോ ഫ്രണ്ട്ലി, ഡസ്റ്റിംഗ് ആണ്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇന്റർലോക്ക് ലേ ചെയ്യുക എന്നുള്ളതാണ്. അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബ്രേക്കേജ് ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെഹിക്കിൾസ് ഇങ്ങനെ പോയി തുടങ്ങുമ്പോഴത്തേക്ക് ടൈൽസ് എല്ലാം ബ്രേക്ക് ആയി തുടങ്ങും. സോ ഹൈ മെയിൻറ്റെനൻസ് ഉള്ള ഒരു ടെക്നോളജിയാണ് അത്. അപ്പോൾ ഇത് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഡെൻസിഫൈഡ് ഫ്ലോറിംഗ് ആണ്. യെസ്, ഇറ്റ്സ് അഗെയിൻ an expensive technology when compared to other things. സാധാരണ യൂസ് ചെയ്യുന്ന ടെക്നോളജി ആയിട്ട് ഈ സിമെന്റ് മോട്ടറും എന്താ പറയുന്ന ഇന്റർലോക്കിങ്ങും എല്ലാം ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഞങ്ങളത് വി ജസ്റ്റ് ഗോ അഹെഡ് വിത്ത് ദറ്റ് ബിക്കോസ് വി വോണ്ട് ടു ഗിവ് ഗുഡ് ലിവിംഗ് എക്സ്പീരിയൻസ് ടു അവർ ഹോം ബയേഴ്സ്. ഇത് ഡസ്റ്റിംഗ് ഇല്ല, ബ്രേക്കേജ് ഫ്രീയും ആണ്, ലോ മെയിൻ്റെനൻസ് ഇല്ലെന്ന് തന്നെ പറയാം. മെയിൻ്റെനൻസ് ഇല്ല. അതെ, എന്ത് സാധനം തൊട്ടാലും വില കൂടുതലാണല്ലോ, എന്ത് പഠിച്ചു ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല വില. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡസ്റ്റ് ഉണ്ടാകില്ല, സേഫ്റ്റി ഉണ്ടാകും. അത് മെയിൻ്റെനൻസ് കുറവാണ്, ബ്രേക്കേജ് ഇല്ല. ബ്രേക്കേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും ടൈൽസ് മാറ്റിയിടേണ്ട ഒരു അവസ്ഥയില്ല. ലോ മെയിൻ്റെനൻസ് ഇല്ല, മെയിൻ്റെനൻസ് ഫ്രീ ആണെന്ന് തന്നെ പറയാം. സോ വി ജസ്റ്റ് വാണ്ട് ടു ഗിവ് എ ഗുഡ് ലിവിംഗ് എക്സ്പീരിയൻസ് ടു അവർ ഹോം ബയേഴ്സ്. അതുകൊണ്ട് ഞങ്ങൾ അധികം എക്സ്പെൻസീവായ പ്രൊഡക്ട്സും ടെക്നോളജീസും ഒക്കെ അഡോപ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. കാരണം ഞാൻ കൊച്ചിയിൽ 2 BHK ഫ്ലാറ്റ് ഇത്തിരി ഭയങ്കര അഫോർഡബിൾ പ്രൈസിന് വന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് പോയി കണ്ടു. അപ്പോൾ അതിലൊരു പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല, പല കാര്യമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചിന്താഗതിയിൽ ഒരു ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചൊരു തട്ടിക്കൂട്ട് പ്രൊഡക്റ്റാണ്. പക്ഷേ ഇവിടെ അഞ്ജുമൻ പറയുന്ന എല്ലാം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ഓവറായിട്ട് ഞാൻ നിങ്ങളുടെ പരസ്യങ്ങളിലോ ഇതിലൊന്നും ഒരു ഓവർ പ്രോമിസിംഗ് ആയിട്ട് ഒന്നും കണ്ടിട്ടുമില്ല. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പോളിസി? പ്രോമിസിംഗിൽ എങ്ങനെയാണ്, ഡെലിവറിയിൽ എങ്ങനെയാണ്, എന്താണ് ഒരു വ്യത്യാസം? എന്താണ് ഞങ്ങളുടെ ഒരു ബേസിക് പോളിസിയാണ് അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവറി. മാർക്കറ്റ് നേരെ തിരിച്ചാണെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങളൊരു പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്തായിരുന്നു, അമർ വിസ്റ്റ.
നിയർ ടെക്നോ പാർക്ക് phase 3 അമർ വിസ്റ്റ. ഷാനൂർ അമർ വിസ്റ്റ. അത് മിഡ് സെക്ഷനിൽ വരുന്ന ഒരു പ്രോജക്റ്റാണ്. പക്ഷേ അതിൽ ഞങ്ങൾ ഹോം തിയേറ്റർ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ഓഫർ ചെയ്തിട്ടില്ലായിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. പക്ഷെ ഞങ്ങൾ ഡെലിവറി ചെയ്തപ്പോഴത്തെ ഹോം തിയേറ്റർ ഒക്കെ ആയിട്ടാണ് ഡെലിവറി ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ഓരോ പ്രോജക്റ്റിലും പറയാതെ ഓഫർ ചെയ്യാതെ തന്നെ പലതും ചെയ്തു കൊടുക്കാറുണ്ട്. ഷാനൂറിന്റെ ഏറ്റവും വലിയ അസറ്റ് അതുകൊണ്ട് കസ്റ്റമേഴ്സ് ആയിരിക്കും അല്ലേ, അവരുടെ റെഫറൻസ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, എക്സാക്ട്ലി. ബിക്കോസ് ഞങ്ങൾക്ക് മോർ ദാൻ 50% ഓഫ് ദ സെയിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളുടെ ഓൾഡ് കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ 15 വർഷത്തെ ഒരു നീണ്ട യാത്രയാണ് അഞ്ജുമനും ഷാനൂർ ഗ്രൂപ്പിനും പറയാനുള്ളത്. വലിയൊരു ജൈത്രയാത്രയുണ്ട്, വലിയൊരു വിജയത്തിന്റെ യാത്രയുണ്ട്. അതിൽ ഇന്നോവേഷൻ ഉണ്ട്, ഓരോ വർഷവും കൊണ്ടുവരുന്ന പുതിയ അപ്ഡേഷൻസ് ഉണ്ട്. ഇനി ഞങ്ങൾ ഒരുപാട് പുതിയ പുതിയ അപ്ഡേഷൻസും പുതിയ പുതിയ ടെക്നോളജി ഇംപ്ലിമെന്റേഷനും ഡിസൈനിങ്ങിലും മുതൽ എല്ലാത്തിലും എല്ലാവരെയും പരിഗണിക്കുന്ന, എല്ലാവരുടെയും സ്വപ്നങ്ങളെ ഉൾക്കൊള്ളുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി. താങ്ക് യു.